ഉദ്ധിതനായ യേശുതമ്പുരാൻ 40 ദിവസം തൻ്റെ ശിഷ്യന്മാരെയും വിശ്വാസ സമൂഹത്തെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ട് പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് പുനരുത്ഥാനത്തിൻ്റെ 40-ാം ദിവസം കടന്നുപോയി. സ്വർഗാരോഹണ പെരുന്നാളായി നാം അത് ആഘോഷിച്ചു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളോടുകൂടി എന്നും ഇരിക്കുന്നതിന്, എന്നും നയിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവൻ പുനരുത്ഥാനത്തിൻ്റെ 50-ാം ദിവസം പരിശുദ്ധാത്മാവിനെ അഗ്നിനാവിൻ്റെ സാദൃശ്യത്തിൽ പരിശുദ്ധ അമ്മയുടെയും ശിഷ്യഗണത്തിൻ്റെയും മേലയച്ചുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭ ഉദ്ഘാടനം ചെയ്ത ദിവസമാണല്ലോ. യേശുതമ്പുരാൻ തുടങ്ങി വച്ച രക്ഷയുടെ അനുഭവം തൻ്റെ മക്കൾക്ക് അന്നും ഇന്നും എന്നും സംലഭ്യമാക്കി കൊടുക്കുക നമ്മുടെ കടമയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം നൽകും. ഈ ബോധ്യത്തിലൂടെ മുൻപോട്ട് പോയി നമുക്ക് പ്രത്യാശയോടെ തമ്പുരാൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ് എന്ന ബോധ്യത്തോടുകൂടി മുൻപോട്ട് പോകുവാനുള്ള എല്ലാ നൽവരങ്ങളും ദൈവം നൽകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് സമർത്ഥമായി ലഭിക്കുകയും ആ അഭിഷേകത്തിനനുസൃതമായി ദൈവമഹത്വത്തിനായി ജനനന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.